പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലത്തും ദൈവശബ്ദം കേട്ട് ജീവിക്കാൻ കൊതിക്കുന്ന ആൾക്കാരാണ്. സുവിശേഷങ്ങളിലുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കും. രക്ഷിക്കപ്പെട്ടൊരു ദൈവവൈതലായി, യേശുവിനെ അറിയുന്നൊരു ദൈവവൈതലായി ദൈവശബ്ദം കേട്ട് ദൈനംദിന ജീവിതത്തിൽ ജീവിക്കുന്നയാളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം. 1-ാം സങ്കീർത്തനം നമ്മളോട് സംസാരിക്കുക, ഒരിക്കലും ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത്, കാരണം നമ്മുടെ ആലോചനക്കാരൻ ദൈവമായിരിക്കും. ഇവിടെ ഇന്ന് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിലെ ഒരു സന്ദേശമാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. 28:15 ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. ദൈവം യാക്കോബിനോട് സംസാരിക്കുക. യാക്കോബ് വലിയ പ്രതിസന്ധിയിലായി. മുമ്പിൽ വഴികൾ അടയപ്പെട്ടു, സ്വന്തം വീടിന്റെ വാതിൽ അടയപ്പെട്ടു, സ്വന്തം സഹോദരൻ വൈരാഗ്യത്തോടെ നിൽക്കുന്നു, കാട്ടുമൃഗങ്ങൾ തന്നെ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു, പൈശാചിക ശക്തികൾ തന്റെ വാക്തത്വത്തിനെതിരെ കലിതുള്ളി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ യാക്കോബ് ഉറങ്ങുന്ന സ്ഥലത്ത് സർവശക്തനായ ദൈവം ഇറങ്ങി, സ്വപ്നത്തിൽ ഇറങ്ങി വന്ന് യാക്കോബിനോട് സംസാരിക്കുക. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് ഞാൻ നിവർത്തിക്കും. ഒരു ദൈവവൈതൽ എപ്പോഴും ഓർക്കണം, നീ കേട്ട ദൈവശബ്ദത്തിനാണ് വില, നീ വായിച്ച ദൈവവചനത്തിനാണ് വില, നീ കണ്ട സ്വപ്നത്തിനാണ് വില. 100 പ്രതിബന്ധങ്ങൾ നിന്റെ മുമ്പിൽ തലപൊക്കി വന്നാലും നീ കേട്ട ശബ്ദം, നീ കണ്ട സ്വപ്നം, നീ കേട്ട വചനം അതുപോലെ നിവർത്തിക്കും. 14 ദിവസം സൂര്യചന്ദ്രന്മാരെ കാണാതെ അദിരിയ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു കപ്പലിലെ വലിയ കൂട്ടം 14 ദിവസം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോൾ ദൈവത്തെ തിരിച്ചറിഞ്ഞൊരു മനുഷ്യനായ പൗലോസ്ലീഹ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുക, പ്രതികൂലത്തിന്റെ കാറ്റുകൾ അലയടിച്ചുടരുമ്പോഴും പറയുകയാണ്, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കും. കണ്ടോ, ആരെല്ലാം കുലുങ്ങിയാലും വാഗ്ദത്തങ്ങൾക്ക് കുലുക്കമില്ല. ഒരു ദൈവവൈതന്റെ മനസ്സിൽ പറഞ്ഞുറപ്പിക്കണം, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. നീ കേട്ട ശബ്ദം, നീ കണ്ട സ്വപ്നം, നീ കേട്ട വചനം അതുപോലെ നിന്റെ ലൈഫിൽ നിറവേറാൻ പോവാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, സാഹചര്യത്തിന്റെ സമ്മർദ്ദം ഞങ്ങളെ വല്ലാതെ തച്ചുടയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ ശത്രുവിന്റെ നിഗൂഢ പദ്ധതികളെ പൊളിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായും വചനങ്ങൾക്കായും സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എന്തെല്ലാം പ്രതിബന്ധം വന്നാലും നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് ദൈവം നിവർത്തിക്കും. കാണാം, ഒരുങ്ങാം, കാത്തിരിക്കാം. ഗോഡ് ബ്ലസ് യു.